PFI ഭീകരവാദ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ദേശീയ അന്വേഷണ ഏജൻസി. SDPI PFIയുടെ നിഴൽ രൂപമാണെന്ന് NIA വെളിപ്പെടുത്തി. SDPI നിർണായക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടെന്നും NIA പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർക്കവേ കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതര മതസ്ഥരിലെ പ്രമുഖരെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 2047ഓടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു പ്രവർത്തനങ്ങളെന്നും NIA റിപ്പോർട്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, വെളിപ്പെടുത്തലുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ നമ്മൾ കേട്ടതിൽ നിന്ന് അധികമായി പലതും. PFIയുടെ നിഴൽ രൂപം എന്നാണ് SDPI പറയുന്നത്. രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ ശ്രമിച്ചു പോപ്പുലർ ഫ്രണ്ട്. പല പ്രമുഖരെയും, ഇതരമതസ്ഥരായ പല പ്രമുഖരെയും കൊല്ലാൻ ലക്ഷ്യമിട്ടു. ഇസ്ലാമിക ഭരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നാണ്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ PFIയുടെ നിഴൽ രൂപമായി മാറുകയായിരുന്നു SDPI എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ കോടതിയിൽ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം അതിന്റെ പല പ്രവർത്തനങ്ങളും അതിന്റെ പല പ്രവർത്തകരും പിന്നീട് ചേക്കേറിയത് SDPIയിലായിരുന്നു. ആ SDPIയിലൂടെയായിരുന്നു പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് SDPI PFIയുടെ നിഴൽ രൂപമാണ്. SDPIയെ നിർണായക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പദ്ധതിയിട്ടത് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണത്തിന് പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായി തന്നെ. ഒപ്പം തന്നെയാണ് മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി SDPIയെ മാറ്റണമെന്ന ലക്ഷ്യമായിരുന്നു PFIക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജുഡീഷ്യറിയെയും സൈന്യത്തിലും പോലീസിലും എല്ലാം തന്നെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം. PFI ഈ പോലീസിലും ഒരേ സമയം സൈന്യത്തിലും ജുഡീഷ്യറിയിലും എല്ലാം സ്വാധീനത്തിന് ശ്രമിച്ചു. ഇതിലൂടെ ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടന നടപ്പിലാക്കുകയായിരുന്നു പദ്ധതി. PFI ഭീകരവാദ കേസിൽ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ ഏജൻസി അതിന്റെ കണ്ടെത്തലുകളായി പ്രധാനമായും നൽകിയിരുന്നു. ഏതാണ്ട് 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക ഇത്തരത്തിൽ തയ്യാറാക്കിയായിരുന്നു PFI മുന്നോട്ട് പോയത് എന്ന കാര്യമായിരുന്നു ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. എങ്കിൽ അതിലും അപ്പുറം ഒരു രാഷ്ട്രീയ സംഘടന, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന, അത് PFIയുടെ നിഴൽ രൂപമായിരുന്നു എന്ന കാര്യമാണ് ഇവിടെ പ്രധാനമായും കോടതിയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല 2047ഓടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു പ്രവർത്തനങ്ങൾ. ആഗോള ഭീകര സംഘടനകളെ പിന്തുണച്ച PFI ഭാരതത്തിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചു എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ ഓരോ പോയിന്റും, അതായത് NIAയുടെ ഓരോ വെളിപ്പെടുത്തലും ഭയപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും കൃഷ്ണരാജ്, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്, ഒപ്പം തന്നെ ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം ഭീകരവാദ ഗ്രൂപ്പുകൾ നമുക്ക് ചുറ്റും എത്രമാത്രം സ്വാധീനം ഉറപ്പിക്കുന്നു, ശക്തിപ്പെടുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ. കാരണം ഇത്രയധികം ആളുകളെ, 1000ഓളം പേരെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘടന പ്രവർത്തിക്കുന്നു. അതിനെ വിവിധ ആളുകളുടെ കയ്യിൽ ഇത്രയധികം ആളുകളുടെ പട്ടിക, 1000ഓളം പേരുടെ പട്ടികയിൽ 240 പേരുടെ പട്ടിക ഒരാളുടെ കൈവശം നിൽക്കുന്നു. അയാളത് മുകളിലുള്ള മറ്റു നേതാക്കൾക്ക് കൈമാറുന്നു. അവർ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട സമയങ്ങളിൽ ഏതെങ്കിലും സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക ക്രമത്തിൽ ആദ്യം മുതൽ 1 മുതൽ താഴേക്ക് എന്ന ക്രമത്തിൽ തീരുമാനിക്കുന്നു. ആദ്യം പട്ടികയിലുള്ള ആളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ആളെ ലക്ഷ്യം വയ്ക്കുന്നു. അങ്ങനെ ഗൗരവകരമായ ഒരു വിഷയം ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയുള്ള നീക്കങ്ങൾ, കൊലപ്പെടുത്തലുകൾ, ആസൂത്രണങ്ങൾ എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ രൂപമായി PFIയുടെ രാഷ്ട്രീയ രൂപമായി പ്രവർത്തിക്കുന്ന SDPI, SDPIയിലൂടെ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ലക്ഷ്യങ്ങൾ നേടാനുമാണ് നിരോധിത ഭീകര സംഘടന ശ്രമിച്ചത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ പ്രവർത്തനങ്ങൾ NIAയുടെ വെളിപ്പെടുത്തൽ, PFI ഭീകരവാദ കേസിൽ NIAയുടെ വെളിപ്പെടുത്തൽ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. അക്കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.